നമസ്തേ നമസ്തേ നമസ്തേ. സ്മൈൽ മണി ഹാപ്പി മണി. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? പിക്ചർ കാണാണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റാംസ് പ്രാണയോഗ ആരംഭിക്കാം. ഓക്കെ. ക്ലിയർ ആയോ? കാണാണ്ടോ? കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ഷീറ്റ് വിരിച്ച് നിലത്തിരിക്കണം. നമുക്കിപ്പോ മാഗ്നറ്റിക് മാറ്റ് വരുന്നുണ്ട്. അതാണ് നമ്മൾ നല്ലത്. ഞാനതാ ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് മാറ്റ്. നമ്മുടെ സാധാരണ യോഗ മാറ്റ് വീതി കുറവാണ്. ഇതാണെങ്കിൽ 3 അടി വീതിൻ്റെ 6 അടി നീളമാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് വേണം. കൈ കാലൊക്കെ പൊന്തിക്കണം. തടസ്സവും കാര്യങ്ങളൊന്നും പാടില്ല. അതിനനുസരിച്ചുള്ള ഡ്രസ്സ്, സാരി, മുണ്ട്, നൈറ്റി അതൊന്നും നല്ലതല്ല. നമ്മൾ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക. നമ്മളെല്ലാ ദിവസവും ഒരു സ്ഥലത്ത് ചെയ്യുന്നത് നല്ലത്. മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഈ 45 മിനിറ്റ് നമുക്ക് വേണ്ടി മാത്രം, നമുക്ക് സെൽഫിന്, നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് വേണം. കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു പോകും. അത് തടഞ്ഞു നിർത്തണ്ട, പൊക്കോട്ടെ. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കണ്ട. പിന്നെ വേറെ പ്രധാന കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് വേണം യോഗ തുടങ്ങാൻ. വെള്ളം കുടിച്ച് പഠിക്കണം. ആ വെള്ളം കുടിച്ച് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് തിന്നണത് നല്ലതാണ്. ഒരു വെളുത്തുള്ളിയുടെ ചെറിയ അല്ലി ചതക്കുക, കടിച്ച് തിന്നുക, എന്നിട്ട് വെള്ളം കുടിക്കുക. ഇരുന്നിട്ട് വെള്ളം കുടിക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇനി നമുക്ക് വഴിയെ പറയാം. ചെയ്തു തുടങ്ങുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് പറയാം. നമുക്ക് നിവർന്നിരിക്കുക. ആദ്യം പ്രാർത്ഥന. നമസ്കാരം മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എൻ്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എൻ്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. ഭൂമിദേവിനെ വന്ദിക്കണം. ശ്വാസം എടുത്ത് നിവർന്ന് വരിക. കൈ കൂട്ടി തിരുമ്പുക. കയ്യിലെ ചൂട് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. കൈയൊന്ന് പതുക്കെ ഒന്ന് തലോടുക. 3 പ്രാവശ്യം തലോടിയിട്ട് കണ്ണ് തുറക്കുക. ശുഭദിനം. അപ്പം നമുക്ക് യോഗ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേമാതിരി ചെയ്യാൻ പറ്റില്ല. ഇത് മത്സരമല്ല. നമുക്ക് വേറെ ഒരു കാര്യങ്ങളില്ല. റിസ്ക് ഒന്നും എടുക്കണ്ട. നമുക്ക് പറ്റണ മാതിരി ചെയ്താൽ മതി. എല്ലാവർക്കും ഒരേമാതിരി ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസം ചെല്ലുന്നതോറും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് പറ്റണ മാതിരി ചെയ്താൽ മതി. തുടക്കം ആദ്യം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോക്കിയിരിക്കുക. 2 ദിവസം നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ മതി. നമുക്ക് പതുക്കെ മതിയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് റിസൾട്ട് കിട്ടും. പതുക്കെ മതി. തെറ്റ് ചെയ്യണ്ട. തെറ്റ് ചെയ്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ചെയ്യണ്ട. അപകടം വരുത്താൻ പാടില്ല. നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പറ്റണമായിട്ട് ചെയ്താൽ മതി. ഇത് മത്സരം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കേണ്ട കാര്യം. അപ്പോൾ അതിന് ബേജാറാവണ്ട. പതുക്കെ നമുക്ക് ചെയ്യാം. ഇനി അനുലോമ വിലോമ 2 മൂക്കിലൂടെയും നന്നായി ശ്വാസം എടുക്കുക.
മൂക്ക് അടച്ചു പിടിക്കുക. ഇനി അടുത്ത മൂക്കുകൾ ആദ്യം ശ്വാസം കൊടുക്കണം. 1 2 3 4 5 6 7 8 7 6 5 4 3 2 1 റെസ്റ്റ്. രണ്ട് മൂക്കുകൂടിയും ശ്വാസം എടുക്കുക. 1 2 പതുക്കെ നോക്കുക. 3 4 5 6 7 8 റെസ്റ്റ്. നീ നെക്ക് റൊട്ടേഷൻ. താടി കഴുത്തിന് മുടിക്കണം, തലപ്പിന് മുടി. 1 2 3 4 5 6 7 8 റെസ്റ്റ്. തടി കൂടെ പിന്നിലേക്ക് നോക്കാം. 1 2 3 4 5 6 7 8 ചെവി ഷോൾഡർ മുടിക്കുക. 1 2 3 4 5 6 7 8 താടി കഴുത്തിന് മുടിച്ചിട്ട് പകുതി റൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. തലമില്ല് മുട്ടിയിട്ട് പകുതി റൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. ഇനി ഫുൾ റൗണ്ട് ചെയ്യണം. കണ്ണു തുറന്ന് പിടിക്കണം കേട്ടോ. 1 ശ്വാസം വിടുക. 2 ഒരേ റൗണ്ട് കഴിയുമ്പോൾ ശ്വാസം വിടുക. 3 4 5 6 7 8 റെസ്റ്റ്. തിരിച്ച് റൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 റെസ്റ്റ്. മതി. ഇനി നമുക്ക് വാമിങ് അപ്പ് എനിക്ക് നിൽക്കാം. വാമിങ് അപ്പ് സ്ട്രെച്ചിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യണം. നമ്മുടെ ഒക്കെ ഒന്ന് കൂട്ടിയിടണം. കൈ നിർത്തി പിടിക്കുക. അതിൻ്റെ പേരിലിൻ്റെ തുമ്പ് മടക്കുക. 1 2 3 4 5 6 7 8 കൈൻ്റെ പേരിൽ മുഴുവൻ മടക്കുക. 1 2 3 4 5 6 7 8 കൈപ്പത്തി ഇങ്ങനെ നിർത്തുക. സ്ട്രെച്ചിങ്. കൈ 2 3 4 5 6 7 8 ഉള്ള വെല്ലുമ്പോൾ 4 പേരിലും മടക്കി പിടിക്കുക. റിസ്റ്റ് തിരിക്കണം. 1 2 3 4 5 6 7 8 തിരിച്ചു. 1 2 3 4 5 6 7 8 കൈ മടക്കുക. 1 2 3 4 5 6 7 8 കൈപ്പത്തി പുറത്ത് വരണം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 കൈ മടക്കി പിടിക്കുക. 1 2 3 4 5 6 7 8 പ്രസ്. തിരിച്ച്. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. ചെറിയ വട്ടം. 1 2 3 4 5 6 7 8 തിരിച്ചും. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കൈ ഇതെങ്ങനെ. 1 2 സ്ട്രെച്ചിങ്. 3 4 5 6 7 8 റെസ്റ്റ്. ചെസ്റ്റ് എന്ന് വിളിക്കുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കാല് ഇങ്ങനെ മടക്കി പിടിക്കുക. പിന്നെ നീങ്ങുക. 1 2 3 4 5 6 7 8 തിരിച്ചു. 1
2 3 4 5 6 7 8. കയ്യേറി വയ്ക്കുക, അരബാന്തിരിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ച് 1 2 3 4 5 6 7 8. കാല് കുറച്ചായിട്ട് വയ്ക്കുക. ശ്വാസം എടുത്തിട്ട് കൈ കുത്തിക്കുക. 1 2 നിലത്തിന് മുമ്പിൽ തൊടുക. 3 പിന്നിൽ തൊടുക. 4 നിൽക്കുക. 5 1 2 3 4 5. ചെയ്തോളാം. പറ്റണമായി ചെയ്യുക. ആദ്യമായിട്ടാണെങ്കിൽ 2 ദിവസം കണ്ടിരുന്നോളാം, പിന്നെ ചെയ്താൽ മതി. മറ്റുള്ളവരെ എല്ലാവരും ചെയ്യണം. 1 2 3 4 5 1 2 3 4 5. കാലിന് മുട്ട് മടങ്ങാൻ പാടില്ല. 1 2 3 4 5. ഈ കാലിൽ നന്നായി എത്തിക്കുക, മാക്സിമം എത്തിക്കുക. ഇങ്ങനെ 1 2 4 3 5 6 7 8 8 7 6 5 4 3 2 1. റെസ്റ്റ്. കാലിൽ മുമ്പിലേക്ക് മടക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കാല് പിന്നിലേക്ക് മടക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. കാലിൻ്റെ കുറ്റി ബന്ധിക്കണം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഇനി ഇരിക്കുക, എണിക്കുക. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1. ഒരു കാലിന് മുമ്പിലേക്ക് വയ്ക്കുക. പിന്നിലത്തെ കാല് മടക്കാൻ നിർത്തുക. 1 2 3 4 5 6 7 8. തിരിച്ചും വയ്ക്കുക. 1 2. പിന്നിലത്തെ കാല് മടക്കുക. 3 4 5 6 7 8. ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് വയ്ക്കുക. 1 2 3 4 5 6 7 8. ചേഞ്ച് ചെയ്യുക വീണ്ടും. 1 2 3 4 5 6 7 8. മതി. കൈ മുമ്പിലേക്ക് പിടിക്കുക. ഇരിക്കുക. 1 2 3 4 5 6 7 8. റെസ്റ്റ്. നീ നടക്കുക. നിന്ന സ്ഥലത്ത് തന്നെ നടക്കുക. കുറച്ചുകൂടി ഹൃദയം എളുപ്പം കൂട്ടിക്കൊണ്ടിരണം. ഒന്നുകൂടി കിടക്കാം. കൈ മുമ്പിലേക്കും പിന്നിലേക്കും വീശുക. കൈ മുമ്പിലേക്കും പിന്നിലേക്കും പോകണം. ലെഫ്റ്റ് റൈറ്റ് മാർച്ചിങ്. നിന്ന സ്ഥലത്ത് തന്നെ മാർച്ചിങ്. ഓടുക. നിന്ന സ്ഥലത്ത് തന്നെ ഓടുക. ജോഗിങ്. വായ അടച്ചു പിടിക്കാൻ മൂക്കിയോടെ ശ്വാസത്തൂല. കാലനുസരിച്ച് ചാടണം. ഇതിങ്ങനെ മതി മതി മതി. ഇനി ഒന്നുകൂടി നടക്കണം കേട്ടോ. അത്രയും സ്പീഡ് കൂട്ടി നടക്കണം. സ്പീഡ് കൂട്ടുക. കൈ മുമ്പിലേക്കും പിന്നിലേക്കും വീശണം. പിന്നിലേക്കും പോകണം. കൈ മുമ്പിലേക്കും പിന്നിലേക്കും. കൈ മുമ്പിലേക്കും പിന്നിലേക്കും പോകണം. ഇനി ഓടുക. നിന്ന സ്ഥലത്ത് തന്നെ ഓടുക. കുറച്ചുകൂടി സ്പീഡ് കൂട്ടിക്കോളാം. സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സ്പീഡ് കൂട്ടുക. കുറച്ച് സ്പീഡ് കൂട്ടിക്കോളാം. കാല് വന്നിട്ടെ. കാലിന് മുട്ട് വന്നിട്ടെ. നീ ചാടുക. കാലകത്തിച്ച് ചാടുക. മതി മതി മതി. ഇനി ഒന്നുകൂടി നല്ല സ്പീഡിൽ നടക്കണം. നല്ല സ്പീഡിൽ നടക്കണം. നല്ല സ്പീഡിൽ നടക്കുക. സ്പീഡായിക്കോട്ടെ. നല്ല സ്പീഡ്. ഇനി സ്പീഡിലോടെ ജോലി. സ്പീഡിലോ കുറച്ച് സ്പീഡായിക്കോട്ടെ. കുറച്ച് സ്പീഡ്. കാല് വന്നിട്ടെ. കാലിനകത്തുനിന്ന് വന്നിട്ട് നീ ചാടുക. കാലകത്തിച്ച് ചാടുക. മുകളിലേക്ക് പൊന്നിട്ട്
പറ്റുന്ന വെച്ചാൽ കാലിൽ മുട്ട് മടക്കുക, കണ്ണടച്ച് നിൽക്കുക. നമ്മുടെ ശരീരത്തിലെ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം ഭൂമിയിലേക്ക് ഒരു ആശ്രയമുണ്ട്, ഭൂമിയായിട്ടൊരു ബന്ധമുണ്ട്, ഈ പ്രപഞ്ചമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അത് ശ്രദ്ധിക്കുക. പതുക്കെ ഇരിക്കുക, എന്നിട്ട് അവിടെ എടുക്കുക. പതുക്കെ ഇരിക്കുക, അവിടെ എടുക്കുക. കാലാവസ്ഥ കൈ മലർത്തിയിരിക്കുക, കണ്ട് ചിമ്മിക്ക് എടുക്കുക. കാലൊക്കെ നനക്കി അടിപ്പിച്ച് വയ്ക്കുക, കൈയൊക്കെ നനക്കി അടിപ്പിച്ച് വയ്ക്കുക. കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടിക്ക് തള്ളുക. കൈ പിന്നിലേക്ക് തള്ളാം, കാലടിക്ക് തള്ളാം. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. നീ വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തി അരിച്ചിരിക്കുക. എപ്പോഴും നമ്മൾ അരിച്ചിരിക്കുമ്പോൾ ഇടത്തോട്ട് തിരിയാൻ പാടില്ല, വലത്തോട്ട് തിരിയും. ഇടത്ത ഭാഗത്ത് നമ്മൾ ഹൃദയം, ആ ഭാഗത്ത് ലോഡ് കയറാൻ പാടില്ല. അപ്പം അത് കാരണം വലത്തോട്ട് തിരിഞ്ഞ് കൈ കുത്തി അരിക്കും. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇടത്തോട്ട് കാണാൻ തിരിഞ്ഞ് കിടന്നുറങ്ങാൻ. അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം എപ്പോഴും നടത്തുക. നമ്മുടെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്ന കീഴ്ശ്വാസം, ഉറങ്ങുമ്പോഴും നമ്മുടെ കീഴ്ശ്വാസം പോകണം. അപ്പം അതിനടുത്ത ഭാഗത്ത് തിരിഞ്ഞ് കിടക്കുക. നമ്മൾ കിടന്നുറങ്ങാനായിട്ടും 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടാവണം. കിടന്നുറങ്ങാനായിട്ടും 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യണം. 1 ദിവസം 2 ദിവസമൊക്കെ മാറ്റം വന്നുകൊണ്ട് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ശീലം ആക്കി മാറ്റണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഹീലിംഗ് പ്രയറാണ്. ഹീലിംഗ് പ്രയർ, ഫോർഗീവ്നെസ്. നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുക, ക്രിയേറ്ററിനോട് ക്ഷമ ചോദിക്കുക. നമ്മൾ ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക, ഫോർഗീവ്നെസ്. മെയിനായിട്ട് നമ്മളോട് തന്നെ. അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. നമ്മളോട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയും. ക്രിയേറ്ററിനോട് നന്ദി പറയാം. നമുക്കിപ്പോൾ യോഗ ചെയ്യാൻ പറ്റണത് തന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളെ തന്നെ അനുഗ്രഹിക്കുക, നമ്മളെ തന്നെ അഭിനന്ദിക്കുക. അപ്പോൾ ഹീലിംഗ് പ്രയർ 55 പ്രാവശ്യം ഇത് പറയണം. കുറേ കാര്യങ്ങൾ നമ്മൾ ഒരേ സമയം മനസ്സിൽ ഇങ്ങനെ വന്ന് പോക്കോട്ടെ, തടഞ്ഞു നിർത്തണ്ട, അത് ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുക. 55 പ്രാവശ്യം ഇത് പറയണം. ഇത് വെറുതെ കണ്ണടയ്ക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയത്. സംഭവം എളുപ്പമാണ്, പക്ഷെ വളർച്ച ബുദ്ധിമുട്ടാണ്. നിവർന്നിരിക്കണം, കണ്ണടയ്ക്കണം, വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you.
I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. കണ്ണടച്ചിരിക്കുക. കാംനെസ് ഈസ് റിയാലിറ്റി. നിശബ്ദതയാണ് യാഥാർത്ഥ്യം. കാംനെസ് ഈസ് റിയാലിറ്റി. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, പൊട്ടച്ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോവുക. നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള് ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. നമ്മളിൽ നിന്ന് അകന്ന് പോവുക, ദൂരേക്ക് പോവുക. നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, പൊട്ട രോഗങ്ങൾ, അസുഖങ്ങൾ, വികാരങ്ങൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോവുകയാണ്. നമ്മളിൽ നിന്ന് ഇല്ലാണ്ടിയാവുക. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ അവിടെ സ്ഥലം വേക്കൻറ്റ് വന്നു, ശൂന്യത, എംപ്റ്റി സ്പേസ് വന്നു. ആ എംപ്റ്റി സ്പേസിലേക്ക്, ശൂന്യതയിലേക്ക് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലവ് എനർജി വന്നെന്നറിയാം. പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നമ്മളിലേക്ക് വരിക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരിക. പണം, ഭൗതികമായിട്ടുള്ള നല്ല സുഖ സൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരികയാണ്. നല്ല സുഖ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാവുക, പണം ഉണ്ടാവുക, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക, നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാവുകയാണ്. ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു മൂടുക. ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു മൂടുകയാണ്.
നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അതിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ശ്രദ്ധിച്ച് ചെയ്യാം. ആദ്യം വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1 ശ്വാസം എടുക്കുക. 2 പതുക്കെ ശ്വാസം വിടുക. 3 വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 4 5 6 7 8. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കണം. 1 2 പതുക്കെ ശ്വാസം വിടുക. 3 ശ്വാസം എടുക്കുക. 4 5 6 7 8. ഇനി നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1 ബ്രെയിൻ്റെ ഭാഗത്തേക്ക്. 2 3 4 5 6 7 8. ഇനി നമ്മുടെ ഊർജ കേന്ദ്രമായിട്ടുള്ള നട്ടെല്ലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1 2 ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ പുറത്തേക്ക് പോവുക. 3 4 5 6 7 8. Calmness is reality. നിശബ്ദമായിട്ടിരിക്കുക. നമ്മുടെ ശരീരം നല്ലൊരു ഉണർവിലേക്ക് വന്നു കഴിഞ്ഞു. നല്ലൊരു ദിവസത്തിലേക്ക് നമ്മൾ കണി കണ്ടു ഉണരാൻ പോവുക. കൈയൊന്ന് കൂട്ടിയിട്ടുണ്ട്. കൈ നന്നായി കൂട്ടി വരയ്ക്കുക. റബ്ബ് ചെയ്യുക. ആ ചൂട് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. കൈ മുഖത്തൊന്ന് തലോടിയിട്ട് പതുക്കെ കണ്ണ് തുറക്കുക. ശുഭദിനം. ഈ കാലിൽ നിർത്തിയേക്കണം. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യണം. കാലിൽ നനയ്ക്കുക. കാല് മടക്കുക, നിർത്തുക. 1 മടക്കി വയ്ക്കുക. 2 നിർത്തി വയ്ക്കുക. 3 മടക്കി വയ്ക്കുക. 4 5 6 7 8. ഇനി വലത്തെ കാല് കൊടുക്കും. 1 2 3 4 5 6 7 8. റെസ്റ്റ്. ഈ 2 കാലും ഇങ്ങനെ മടക്കി വയ്ക്കണം. ചേർത്ത് പിടിക്കുക. ബട്ടർഫ്ലൈ പോസ്. കാലിൻ്റെ മുട്ട് പൊന്തിക്കുക. ചേർക്കുക. 1 2 3 4 5 6 7 8. പൊന്തിച്ച് പെട്ടെന്ന് ഇടണം. 1 3 4 5 6 7 8. കൈ കൊണ്ട് കാലിൻ്റെ മുട്ട് നിലത്തിക്കാൻ പറ്റുക. കാലിൻ്റെ മുട്ട് നിലത്തിക്കണം. ഈ കാലിങ്ങനെ ചേർത്ത് പിടിക്കുക. കൈയിൻ്റെ മുട്ട കൊണ്ട് കാലിൻ്റെ മുട്ട പത്ത് നെറ്റ് കാലിൻ്റെ വലിയ മൂടിക്കുക. 1 2 തുറന്നിരിക്കുക. 3 4 5 6 7 8. റെസ്റ്റ്. കാലിൽ നിർത്തിയിരിക്കുക. ബന്ധപാദാസനം. കാലിൽ നിർത്തിയിരിക്കുക. ഇനി കാലിൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. വക്രാസനം. ഇവിടുത്തെ കൈ പിന്നിരിക്കും. വലത്തെ കൈ പൊന്തിച്ച് കാലിന് പുറത്ത് ഓടിക്കുക. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയണം. 1 2 3 4 5 6 7 8. ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് വലിക്കണം കേട്ടോ. കൈ പൊന്തിക്കുക. പിന്നിലേക്ക് കാലിന് വെച്ച്. ഇനി വലത്തെ കാലിങ്ങനെ മടക്കി. ഇടത്തെ കൈ പൊന്തിച്ച് കാലിന് പുറത്ത് കൂടെ പിടിക്കുക. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയുക. 1 2 3 4 5 6 7 8. കൈ പൊന്തിക്കുക. പിന്നിലേക്ക് വയ്ക്കുക. കാലിൽ നിർത്തി. ഇനി നമുക്ക് അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യണം. അർദ്ധ മത്സ്യേന്ദ്ര. ഇപ്പോൾ വക്രാസനം ചെയ്താൽ ഞാൻ അർദ്ധ മത്സ്യേന്ദ്രാസനം. അടുത്ത കാലം ഇങ്ങനെ മടക്കി വയ്ക്കുക. വലത്തെ കാലം ഇങ്ങനെ ഇവിടെ കുത്തി വയ്ക്കുക.
വലത്തെ കൈ പിന്നിലേക്ക് വയ്ക്കും, ഇടത്തെ കൈ പൊന്തിച്ച് പുറത്ത് കൂടെ പിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി, അല്ലെങ്കിൽ കൂടെ ഇങ്ങനെ പിടിക്കണം. പിന്നിലേക്ക് തിരിയുക. 1 2 3 4 5 6 7 8. വലത്തെ കൈ പിന്നി കൂടെ കൊണ്ടുവന്ന് പിടിക്കണം കേട്ടോ. നിലത്ത് ടച്ച് ചെയ്യണ്ട. എന്നിട്ട് ഇങ്ങനെ തിരിയണം. ഷോൾഡർ അടക്കം പിന്നിലേക്ക് തിരിയണം. അത് നമ്മുടെ ഈ പാൻക്രിയാസിന്റെ ഭാഗത്തേക്ക് കുറച്ചൊരു മർദ്ദം വരണം. ഷുഗറിന്റെ രോഗികൾക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നിലേക്ക് നമ്മുടെ കളി നിർത്തി പാൻക്രിയാസ് ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കാനായിട്ട് നല്ലത്. ഇനി വലത്തെ കാലം ഇങ്ങനെ മടക്കി വയ്ക്കുക, ഇടത്ത കാലം ഇങ്ങനെ കുത്തിയിരിക്കുക, ഇടത്ത കൈ പിന്നെയും കൂടെ അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നെയും കൂടെ വലത്തെ കൈ പൊന്തിച്ച് കാലിന് പുറത്ത് കൂടെ അങ്ങനെ പിടിക്കണം. പിന്നെ തിരിക്കുക. 1 2 മുമ്പിലേക്ക് 3 തിരിയുമ്പോൾ ശ്വാസം വിടുമ്പോൾ വയറുള്ളിൽ വലിക്കുക. 4 വക്രാസനത്തിന്റെ മാതിരി തന്നെ. 5 6 7 8. ഷോൾഡർ അടക്കം തിരിയണം. തിരിയുമ്പോൾ വയറുള്ളിലേക്ക് വലിക്കണം. ഓക്കെ. കൈ പൊന്തിക്കുക, കാലിൽ നിർത്തി, കാലൊന്നാണ് അർദ്ധ മത്സ്യാസനം. ഇനി അവിടെ കെടുക്കുക, നിലത്ത് കെടുക്കുക. നമുക്ക് കിടന്നിട്ടുള്ള കുറച്ച് ആസനങ്ങൾ ചെയ്യാം. ആദ്യം ഇടത്തെ കാലം മുകളിലേക്ക് പൊന്തിക്കുക. 1 അർദ്ധമേരുദണ്ഡാസനം. 2 താഴ്ത്ത. 3 കാലിൻ്റെ വിരല് മുകളിലേക്ക് തള്ളുക, കാലിൻ്റെ വിരലിലേക്ക് നോക്കുക. 4 5 6 7 8. ഇനി വലത്തെ കാലം. 1 കാലിൻ്റെ വിരല് മുകളിലേക്ക് തള്ളി പിടിക്കുക. 2 3 4 5 6 7 8. റെസ്റ്റ്. ഇനി 2 കാലും മുകളിലേക്ക് പൊന്തിക്കണം. പൂർണ്ണ മേലുണ്ടാക്കണം. കൈ നിലത്തേക്ക് അമർത്തുക. 1 കാലിന്റെ വിരല് 2 വിരല് മുകളിലേക്ക് തള്ളുക. 2 3 4 5 6 7 8. റെസ്റ്റ്. കൈൻ്റെ മുട്ട് വരെ വന്നിട്ട് കാലിൻ്റെ വിരലിലേക്ക് നോക്കണം. 1 കാലിൻ്റെ വിരലിലേക്ക് നോക്കാം. 2 3 4 5 6 7 8. റെസ്റ്റ്. ഇനി മർക്കടാസനം. കാലിങ്ങനെ മടക്കി വയ്ക്കുക, കൈ സൈഡിലേക്ക് വയ്ക്കുക. കാലെടുത്ത ഭാഗത്ത് മുട്ടിക്കുമ്പോൾ വലത്തെ കൈ പിടിക്ക് നോക്കുക. 1 ഇടത്തോട്ട് മുട്ടിക്കുക, അപ്പോൾ ശ്വാസം കിട്ടുക. വലത്തോട്ട് നോക്കുക. 2 3 4 5 6 7 8 7 6 5 4 3 2 1. റെസ്റ്റ്. റിലാക്സ്. കാലിന് നിർത്തിക്കുക. റിലാക്സ്. ഇത് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കമന്ന് കിടക്കണം. വലത്തെ ഭാഗത്ത് തിരിയുക, കമന്നെടുക്കുക. അതിൽ കാലിൻ്റെ അടിയിൽ വയ്ക്കുക. ഓരോ കാലായിട്ട് മടക്കുക. 1 2 3 4 5 6 7 8. 2 കാലും മടക്കുക. 1 2 3 4 5 6 7 8. കൈ കാലിൻ്റെ അടിയിൽ തന്നെ വയ്ക്കുക. 2 കാലും മുകളിലേക്ക് പൊന്തിക്കുക. ശലഭാസനം. കാല് പിന്നിലേക്ക് തള്ളി പിടിക്കണം. 1 2 കാല് പിന്നിലേക്ക് തള്ളി പിടിക്കുക. 3 4 5 6 7 8. മതി. കൈ മുമ്പിലേക്ക് വയ്ക്കുക. ഭുജംഗാസനം. ഷോൾഡറിൻ്റെ അടക്കി വയ്ക്കുക. നെറ്റി വന്നിക്കണം, താടി വന്നിക്കണം, ചെസ്റ്റ് വന്നിക്കണം. പൊക്കിൾ കൂടി വരാൻ മുകളിലേക്ക് പൊന്തുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 2 3 മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുത്ത് വിടണം. 4 5 ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 6 7 മുകളിലേക്ക് നോക്കണം കേട്ടോ.
8. കൈ പിന്നിലേക്ക് വയ്ക്കുക. ഇനി 2 ആസനം. 1 കാല് മടക്കുക. 2 കാലിനെ ഞങ്ങൾ പിടിക്കുക. 3 മുകളിലേക്ക് നോക്കുക. 4 5 6 7 8. കാല് കുറച്ചകത്തേക്ക് കൈ മുമ്പിൽ താടി മുഖത്തേക്ക് മകരാസനം. അടിവാറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. അടിവാറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് 7 ചക്രങ്ങളാണ്. അപ്പൊ അതില് പൊക്കിൾക്കുടിയുടെ അടിഭാഗത്ത് 4 ഇഞ്ച് താഴത്ത് സ്വാധിഷ്ഠാന ചക്രം അവിടേക്ക് ശ്രദ്ധിക്കുക. കൈക്ക് എടുത്ത് വയ്ക്കുക. അടുത്ത കൈപ്പത്തിന് മുകളിൽ വലത്തെ കൈപ്പത്തി തല സൈഡിലേക്ക് ചെരിച്ച് വയ്ക്കുക. തല സൈഡ് മാറ്റി വയ്ക്കുക. കൈപ്പത്തി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ ഷോൾഡർ ഇടയ്ക്കുക. കൈ കുത്തി പിന്നിലേക്ക് ഇരിക്കണം. നെറ്റിനെ അടുത്ത് മുട്ടിക്കുക. പതുക്കെ അടിച്ചു നിൽക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ മുമ്പിലേക്ക് പിടിക്കുക. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയണം. 1 2 3 4 5 6 7 8. കാലിന്റെ കുത്തി പൊന്തിക്കുക. കൈ മുകളിലേക്ക് പൊന്തിക്കുക. പർവ്വതാസനം. 2 3 4 5 6 7 8. നിന്നിരിക്കുക. 1 2 3 4 5 6 7 8. മതി. മുട്ട് കുത്തിയിരിക്കണം. വജ്രാസനം. കൈപ്പത്തി മുകളിൽ കൈപ്പത്തി വയ്ക്കാൻ നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. മൊത്തൊരു പുഞ്ചിരി ഉണ്ടായിക്കോട്ടെ. അപ്പൊ നമുക്ക് വേദന അറിയില്ല. കാലുമലത്തെ വേദന അറിയില്ല. വജ്രാസനം. കൈപ്പത്തിയുടെ മുകളിൽ കൈപ്പത്തി വയ്ക്കുക. ഭൈരവി മുദ്ര. ശരീരം ശ്രദ്ധിക്കുക. ഇനി ശ്വാസം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശ്വാസം എടുക്കണം. 1 ശ്വാസം എടുക്കുക. 2 പതുക്കെ ശ്വാസം വിടുക. 3 ശ്വാസം എടുക്കുക. 4 5 6 7 8. കണ്ണു തുറക്കുക. കൈമടിയിൽ ഇങ്ങനെ മടക്കി വയ്ക്കുക. മണ്ടൂകാസനം. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. 1 2 3 4 5 6 7 8. സൈഡിലേക്ക് ഇരിക്കുക. കാലിൽ നിർത്തിയിരിക്കുക. ചമ്രം മണ്ണി. ഇനി നമുക്കൊരു സ്വര പ്രാണായാമമാണ്. കൈമേലർത്തി വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കണം. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. കൈ ചിന്മുദ്രയിൽ വെച്ചാൽ മതി. ചൂണ്ടുവരലും തള്ളവരലും കൂട്ടി പിടിക്കുക. നിവർന്നിരിക്കുക. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. എന്നിട്ട് ശ്വാസം എടുക്കുക. ഇത് ആന്ന് പറഞ്ഞ വാക്ക് കൂടുതൽ സമയം പറയണം. ശ്വാസം എടുക്കുക. ആ. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക. ആ. വയറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. ആ. ഞാൻ ആദ്യം മുദ്ര പിടിക്കണം. തള്ളവിരലും 4 വിരലും മടക്കി പിടിക്കുക. ഹൈ ഹിപ്പിന്റെ അവിടേക്ക്. ചെസ്റ്റിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുക.
ഓ ശ്വാസം എടുക്കണം. ഓ ശ്വാസം എടുക്കണം. ഓ കൂടുതൽ സമയം പറയണം. ശ്വാസം എടുക്കുക. ഓ കൈ കൂട്ടി വയ്ക്കുക. ബ്രഹ്മമുദ്ര നിവർന്നിരിക്കണം. ആദ്യം മുദ്ര പിടിച്ചിട്ട് കൈ കൂട്ടി വെക്കണം. പൊക്കിക്കൊടിയുടെ അടിയിൽ നിവർന്നിരിക്കുക. തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കണം. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. കഴുത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. ഇത് ഹ. ശ്വാസം എടുക്കുക. ഹ. ശ്വാസം എടുക്കുക. ഹ. ശ്വാസം എടുക്കുക. ഹ. 2 ഹ. ശ്വാസം എടുക്കുക. ഹ 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 ഹ. ഇച്ചിരി മുദ്ര നിവർന്നിരിക്കുക. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. ശീതളി പ്രാണായാമം. പതുക്കെ മൂക്കി ഇവിടെ വിടുക. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. പതുക്കെ മൂക്കി ഇവിടെ വിടുക. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. പതുക്കെ മൂക്കി ഇവിടെ വിടുക. ചുണ്ടു കുറിച്ച് വായ കൂടെ ശ്വാസം എടുക്കുക. പതുക്കെ മൂക്കി ഇവിടെ ശ്വാസം എടുക്കുക. ഇനി പതുക്കെ അവിടെ കെടുക്കുക. ചൈതന്യാസനം. കാല് കുറച്ചകത്തേക്ക്, കൈ കുറച്ചകത്തേക്ക്, കൈ മലർത്തി വയ്ക്കുക. കാല് തളർത്തിയിടുക, കൈ തളർത്തിയിടുക, ശരീരം തളർത്തിയിടുക. കാല് തളർത്തിയിടുക, കൈ തളർത്തിയിടുക, ശരീരം തളർന്ന് കിടക്കുക. ശരീരം തളർന്ന് കിടക്കുക. ശരീരം തളർത്തിയിടുക. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോട്ടെ. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോണം. ശരീരം തീരെ ഭാരം ഇല്ലാണ്ടൊക്കെ എടുക്കുക. ശരീരത്തിന് തീരെ ഭാരം ഇല്ല. ഈ അവസ്ഥയിൽ നമ്മൾ ഒന്നോ കാര്യങ്ങൾ വേണമെന്ന് വിചാരിക്കുക. സ്വപ്നം കാണണം. നമുക്ക് വേണം, എനിക്കത് വേണം, ഞാനത് നേടിയെടുക്കും. ദൈവത്തിൻ്റെ സഹായം കൊണ്ട്, മാതാപിതാക്കളായി ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാനത് നേടിയെടുക്കും. വിചാരിച്ച കാര്യങ്ങൾ നടന്നതായിട്ട് മനസ്സിൽ കാണുക. നമ്മളെ വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നു കിട്ടിയതായിട്ട് വിചാരിക്കും. വിചാരിച്ച കാര്യം നടന്നു കിട്ടിയെന്ന് വിചാരിക്കും. വിചാരിച്ച കാര്യം നടന്നു കിട്ടിയെന്ന് ദൈവത്തിന് നന്ദി പറയാ. മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് നന്ദി. വിചാരിച്ച കാര്യം നടന്നു കിട്ടിയെന്ന് ദൈവത്തിന് നന്ദി പറയണം. മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് നന്ദി. വീണ്ടും ഹൃദയോട് ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. ശരീരം ശ്രദ്ധിക്കുക. കൈയൊക്കെ ഒന്ന് അനക്കി അടുപ്പിച്ച് വയ്ക്കുക. കാലൊക്കെ ഒന്ന് അനക്കി അടുപ്പിച്ച്. കൈത്തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടിക്ക് തള്ളുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലടി. കൈ മുമ്പിലേക്ക് വയ്ക്കുക. വലത്തെ ബാക്കി ചെല്ലി എടുക്കുക. ഒരു കൈ തലയുടെ അടിയിൽ വയ്ക്കുക. ഒരു കൈ നിലത്ത് പറിച്ച് വയ്ക്കുക. കാല് മടക്കി വയ്ക്കുക എന്ന് പറഞ്ഞ് അവിടെ കിടക്കുക. കണ്ണു തുറക്കണ്ട. പതുക്കെ അനുസരിക്കുക. കണ്ണു തുറക്കണ്ട കേട്ടോ. ചമ്രം പണിഞ്ഞിരിക്കുക. കൈമലർത്തി വയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. നമസ്കാരം മുദ്ര.
പ്രകൃതിയിലെ ദീപചൈതന്യം നിറഞ്ഞ പ്രാണൻ എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എൻ്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എൻ്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയണം, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം. ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക, ഭൂമി ദേവിനെ വന്നിക്കുക. ശ്വാസം എടുത്തെന്ന് പറഞ്ഞു വരിക, കൈ കൂട്ടിച്ചിരുക. കൈയിലെ ചൂട് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. കൈ മാത്രം എല്ലായിടത്തും മറക്കുക. നെറ്റി, കവിള്, താടി, തലയിലൊക്കെ മറക്കണം. കൈ ഒന്നും കൂടി കൂട്ടിച്ചിരുക. കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുക. കണ്ണ് തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക, തുറക്കുക അടയ്ക്കുക. കൈൻ്റെ വെല്ലും പിടിച്ച് നോക്കി കാണാം. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. ശുഭദിനം. അപ്പോൾ നല്ലൊരു ദിവസം ആവട്ടെ എന്ന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നമുക്ക് രാവിലെ യോഗയ്ക്ക് മുമ്പ് 1 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ 12 മണിക്ക് മുമ്പ് 1 ലിറ്റർ കൂടി കുടിക്കണം. പല സമയത്തായിട്ട് കേട്ടോ. കാലത്ത് മാത്രം കൂടുതൽ കുടിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് കുറേശ്ശെ ഭക്ഷണത്തിൻ്റെ ഇടയിൽ കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് മുമ്പ് 15 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 15 മിനിറ്റ് ശേഷം. പിന്നെ നമുക്ക് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് 1 ലിറ്റർ കൂടി കുടിക്കണം. അപ്പോൾ തൂക്കം കൂടുതലുള്ള ആൾക്കാർ ഇതിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുത്തണം കേട്ടോ. 6 മണി അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കണ്ട. നമുക്ക് രാത്രി ഇരുട്ടത്ത് കിടന്നുറങ്ങണം. അപ്പോൾ എനിക്കാൻ പാടില്ല. അപ്പോൾ മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരും. വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നമുക്ക് 6 മണിക്ക് മുമ്പ് മാക്സിമം വെള്ളം കുടിച്ച് കഴിക്കുക. അത് കഴിഞ്ഞാൽ തൊണ്ട നനയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ ഇതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഹെൽത്ത് ഉണ്ടാവും. നമുക്ക് BP ഒന്നും ഉണ്ടാവില്ല. BPക്കുള്ള മരുന്നാണ് ഏറ്റവും അധികം ഒഴിവാക്കേണ്ടത്. ഏറ്റവും പ്രശ്നം BPക്കുള്ള മരുന്നാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ചിരിക്കും പാസ്സാകുമ്പോൾ BPക്ക് ഓട്ടോമാറ്റിക് പൊക്കോളും, നോർമലായിക്കോളും. അപ്പോൾ ഓക്കെ, താങ്ക് യു.